നമസ്കാരം, ധാനുസ് PC ടിപ്സ്. ഇന്ന് ലാസ്റ്റ് ഇയർ സർവൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. 2014 നടത്തിയ കേരള PSC നടത്തിയ ലാസ്റ്റ് ഇയർ സർവൻസിൻ്റെ കൊല്ലം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൻ്റെ വേരിയസിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ജന്മനാടാണ്. ആരുടെ വാക്കുകളാണിവ? മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ജന്മനാടാണ്. ആരുടെ വാക്കുകളാണിവ? ഓപ്ഷൻസിൽ രാകേഷ് ശർമ്മ, സുനിത വില്യംസ്, കൽപ്പന ചൗള, വിക്രം സാരാഭായ് എന്നിവരുണ്ട്. ആൻസർ കൽപ്പന ചൗള. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ നിലമ്പൂരാണ് തേക്ക് മ്യൂസിയം. സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ജയപ്രകാശ് നാരായൺ. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങളുടെ ക്രമം എന്താണ്? കുങ്കുമം, വെള്ള, പച്ച. ആദ്യം കുങ്കുമം, മുകളിൽ കുങ്കുമം, വെള്ള, പച്ച. ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങളുടെ ക്രമം കുങ്കുമം, വെള്ള, പച്ച എന്നിങ്ങനെയാണ്. നെക്സ്റ്റ് വൺ, സ്റ്റാമ്പ് ശേഖരണത്തിൻ്റെ സാങ്കേതിക നാമം. സ്റ്റാമ്പ് ശേഖരണം ഫിലാറ്റലി. എന്താണ് ഫിലാറ്റലി? സ്റ്റാമ്പ് ശേഖരണം ഫിലാറ്റലി. സ്റ്റാമ്പ് ശേഖരിക്കുന്നത് സ്റ്റാമ്പ് ഫിലാറ്റലിയാണ്. നെക്സ്റ്റ് വൺ, വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിൻ്റെ നിറം എന്താണ്? ബ്ലാക്ക് ബോക്സിൻ്റെ നിറം എന്താണ്? ഓറഞ്ച്. ഓറഞ്ചാണ്. ബ്ലാക്ക് ബോക്സിലെ കറുത്ത ബോക്സിൻ്റെ നിറം ഓറഞ്ചാണ്. വിമാനത്തിലാണെന്ന് ഓർക്കുക, ഓറഞ്ചാണ്. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ഗവർണർ സ്ഥാനത്തിരുന്നിട്ടുള്ള ഏക മലയാളി ആരാണ്? ആൻസർ വി വിശ്വനാഥനാണ്. കേരളത്തിൽ ഗവർണർ സ്ഥാനത്തിരുന്നിട്ടുള്ള ഏക മലയാളി വി വിശ്വനാഥൻ ആണ്. നെക്സ്റ്റ് വൺ, ആൻസർ വി വിശ്വനാഥൻ. അദ്ദേഹം പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഉള്ള ആളാണ്. നെക്സ്റ്റ് വൺ, ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭുവാണ്. ഓക്കെ. അപ്പോൾ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? പാക് കടലിടുക്ക്. ഏതാണ്? ഇത് ശ്രീലങ്ക അല്ലേ? ഇത് ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ബാക്കി ഭാഗം. അവിടെ ഇങ്ങനെ ഓർത്താൽ മതി. എന്താണിത്? പാക് കടലിടുക്കാണ്. ഇങ്ങനെയൊന്നും അല്ലെങ്കിലും അങ്ങനെ. പാക് കടലിടുക്കാണ്. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? പാക് കടലിടുക്ക്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? ബംഗാൾ ഉൾക്കടൽ. ആൻസർ ബംഗാൾ ഉൾക്കടലിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ്. അപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കാണപ്പെടുന്ന എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ്. മുകളിലെത്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുക. ഗവർണറെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതി ആണ്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഏതാണ്? MV റാണി പത്മിനി. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 24 1924 വൈക്കം സത്യാഗ്രഹം. 24 എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാട്. ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കി. ഹോക്കി.
ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ ഉപഗ്രഹം എഡ്യൂക്കേഷൻ ഉപഗ്രഹം വിദ്യാഭ്യാസ ഉപഗ്രഹം ഏതാണ്? എഡ്യൂസാറ്റ് ആണ് ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ ഉപഗ്രഹം. ഭാരത സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന നിർമ്മൽ ഗ്രാമ പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? നിർമ്മൽ ഗ്രാമ പുരസ്കാരം എന്ത് ബന്ധപ്പെട്ടതാണ്? ശുചിത്വമാണ്. നിർമ്മലമായത് ശുചിത്വമാണ്, വൃത്തിയാണ് അല്ലേ? നിർമ്മലമായ ഗ്രാമം എന്താണ്? ശുചിത്വമാണ്, വൃത്തിയാണ്, ശുചിത്വമാണ്. ഭാരത സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന നിർമ്മൽ ഗ്രാമ പുരസ്കാരം എന്ത് ബന്ധപ്പെട്ടതാണ്? ശുചിത്വവുമായിട്ട് വൃത്തിയുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് വൺ, കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? KM മാണി അല്ലേ? എപ്പോഴും ഭാഗമായി പോകുന്ന ഞാൻ ഓർക്കുന്നത്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? ധനകാര്യമന്ത്രി ആരാണ്? KM മാണി. ഓക്കെ. പായ് വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അഭിലാഷ് ടോമി. പായ് വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരനാണ് അഭിലാഷ് ടോമിയാണ്. പായ് വഞ്ചി അഭിലാഷ് ടോമി പായ് വഞ്ചി. ഇന്ത്യയിലെ ഭൂരഹിതരില്ലാത്ത ആദ്യ ജില്ല ഏതാണ്? കണ്ണൂരാണ് ഭൂരഹിതർ, ഭൂമിയില്ലാത്തവരായി ആരുമില്ല. ഭൂരഹിതരില്ലാത്ത ആദ്യ ജില്ല ആരാണ്? കണ്ണൂരാണ്. ഭാരതരത്ന ലഭിക്കുന്ന ആദ്യ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ. ജനസമ്പർക്ക പരിപാടിക്ക് ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് ലഭിച്ച മുഖ്യമന്ത്രി ആരാണ്? ഉമ്മൻചാണ്ടി. ജനസമ്പർക്ക പരിപാടിക്ക് ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് ലഭിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ജനസമ്പർക്കം ഉമ്മൻചാണ്ടിയായിരുന്നു. ആദായ നികുതി വകുപ്പ് തിരിച്ചറിയൽ രേഖ പാൻ കാർഡ്. ഇപ്പോൾ നവകേരള പരിപാടി പിണറായി വിജയൻ. ഓക്കെ. ആദായ നികുതി വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ രേഖ പാൻ കാർഡ്. ആദായ നികുതി വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ രേഖ എന്താണ്? ആദായ നികുതി ധനകാര്യമല്ല, ഇവിടെ വരുന്നതാണ് പാൻ കാർഡ്. നിസ്സാരം എവിടെ പോകണമെങ്കിലും എന്തെടുക്കണമെങ്കിലും ഏത് വേണമെങ്കിലും പാൻ കാർഡ് കൂടിയേ കഴിയൂ. സോ ആദായ നികുതി വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ രേഖ എന്താണ്? പാൻ കാർഡ് അല്ലേ? പണമിടപാടുകൾക്ക് എന്ത് വേണമെങ്കിലും പാൻ കാർഡ് ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് ആദായ നികുതി വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ രേഖയാണ് പാൻ കാർഡ്. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം കരിമീനാണ്. കരിഞ്ഞ മീനാണ് സംസ്ഥാന മത്സ്യം. കേരളത്തിൻ്റെ കരിമീനാണ് സംസ്ഥാന മത്സ്യം. തേയിലയുടെ ജന്മദേശം എന്താണ്? ചൈന. ഓക്കെ, ചൈനയാണ് തേയിലയുടെ ജന്മദേശം. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 20. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 20. 20 കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. ഉപദ്വീപായ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ആനമുടി. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ്? 1857. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ്? 1857. ബ്രഹ്മസമാജ് സ്ഥാപകൻ ആരാണ്? ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കാലടിയാണ്. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കാലടി. കേരളത്തിൽ കളിമണ്ണിൻ്റെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സ്ഥലം ഏതാണ്? കുണ്ടറ. കളിമണ്ണ് കൂടുതലുള്ള സ്ഥലം ഏതാണ്? കുണ്ടറയിലാണ്. കളിമണ്ണ് കുണ്ടറയിലാണ്. അതിവർഷം ഉണ്ടാകുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ്? 4 വർഷം അല്ലേ? അതിവർഷം 4 വർഷം ചേരുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധം. മുങ്ങിക്കപ്പൽ അപകടത്തെ തുടർന്ന് രാജിവെച്ച ഇന്ത്യൻ നാവികസേനാ മേധാവി DK ജോഷി. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് 1956 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് 1956.
56 പ്രത്യേകതയും അറിയാമല്ലോ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് 1956 ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി പറഞ്ഞത് ആരെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് അല്ലേ? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ഗാന്ധിജി പറഞ്ഞത്. ലോക്സഭയിൽ അംഗമാകുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ ലോക്സഭയിൽ അംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 25. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ രഘുറാം രാജൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? രഘുറാം രാജൻ. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ യോഗ്യരല്ലെന്ന് തോന്നിയാൽ അവരെ നിരാകരിച്ച് വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം നിഷേധ വോട്ട്. തിരഞ്ഞെടുപ്പിൽ താമസിക്കുന്ന മത്സരാർത്ഥികൾ യോഗ്യരല്ലെന്ന് തോന്നിയാൽ അവരെ നിരാകരിച്ച് വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം എവിടെയാണ്? നിഷേധ വോട്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ യോഗ്യരല്ലെന്ന് തോന്നിയാൽ അവരെ നിരാകരിച്ച് വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം ഇവിടെ കാണുന്നു. നിഷേധ വോട്ട് അല്ലേ? നിഷേധ വോട്ടാണ്. നമുക്ക് വേണമെങ്കിൽ നിഷേധ വോട്ട് രേഖപ്പെടുത്താൻ അവകാശമുണ്ട്. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാണ്? ദീപക് സന്ധു. ദീപക് സന്ധു ആണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആദ്യ വനിത ദീപക് സന്ധു. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആദ്യ വനിത ആരാണ്? ദീപക് സന്ധു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്ന വർഷം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2005. 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടത്തുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? ജനസംഖ്യ കണക്കെടുപ്പ് 10 വർഷം കൂടുമ്പോൾ. ജനസംഖ്യ കണക്കെടുപ്പ് 10 വർഷം കൂടുമ്പോൾ. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അന്ന് VA സമ്പത്തായിരുന്നു. ഓക്കെ. 2020 വരെ ശ്രീ രാജീവ് കുമാർ ആണ് ഇലക്ഷൻ കമ്മീഷണർ ഇൻ ഇന്ത്യ. ശ്രീ രാജീവ് കുമാറാണ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ. മാഡിബ എന്ന പേരറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കൻ നേതാവ്. മാഡിബ എന്ന പേരറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കൻ നേതാവ് ആരാണ്? നെൽസൺ മണ്ടേല. മാഡിബ നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേലയാണ് മാഡില. ഒളിമ്പിക്സിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡൽ സ്വന്തമാക്കിയ വർഷം ഏതാണ്? ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ സ്വന്തമാക്കിയ വർഷം 2014. കൂടംകുളം ആണവ നിലയത്തിന് സാങ്കേതിക സഹായം നൽകിയ വിദേശ രാജ്യം. കൂടംകുളം ആണവ നിലയത്തിന് സാങ്കേതിക സഹായം നൽകിയ വിദേശ രാജ്യം ഏതാണ്? റഷ്യ. സാങ്കേതിക സഹായം കൊടുത്ത വിദേശ രാജ്യം ഏതാണ്? റഷ്യ. കൂടംകുളം ആണവ നിലയം അതിന് സാങ്കേതിക സഹായം കൊടുത്ത വിദേശ രാജ്യം എന്താണ്? റഷ്യയാണ്. അപ്പോൾ റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് കൂടംകുളം ആണവ നിലയം പ്രവർത്തനം തുടങ്ങിയതും ആരംഭിച്ചതും ഇപ്പോൾ ഉണ്ടായതും. ഓക്കെ. കൂടംകുളം ആണവ നിലയത്തിൻ്റെത് റഷ്യയാണ് അപ്പോൾ സഹായം കൊടുത്തിട്ടുള്ളത്. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? അന്റാർട്ടിക്ക. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? അന്റാർട്ടിക്ക. നെക്സ്റ്റ് വൺ. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രൻ. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രനാണ്. വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? 86ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്. 86ാം ഭേദഗതി അനുസരിച്ചിട്ടാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത്. 86 വെച്ചിട്ടാണ് 86ാം ഭേദഗതി വെച്ചിട്ടാണ് വിദ്യാഭ്യാസം മൗലിക അവകാശം. വിദ്യാഭ്യാസത്തിൻ്റെ ഒരെണ്ണം നോക്കിയാൽ 86ാം ഭേദഗതി ഒന്നുകൂടി ഓർത്തിരിക്കുക. മൗലിക അവകാശമാക്കിയത് 86ാം ഭേദഗതി അനുസരിച്ചിട്ടാണ്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയത് ഭരണഘടനയുടെ 86ാം ഭേദഗതി അനുസരിച്ചിട്ടാണ്. നെക്സ്റ്റ് വൺ. 1000 ദ്വീപുകളുടെ നാട് ഇന്തോനേഷ്യ. 1000 ദ്വീപുകളുടെ നാട് ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യ. ലോകബാങ്കിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ ആണ്. ശാന്തിനികേതൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ശാന്തിനികേതൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിലാണ് ശാന്തിനികേതൻ ഉള്ളത്.
ഒറീസയുടെ ദുഃഖം മഹാനദിയാണ് ഒറീസയുടെ ദുഃഖം. ISROയുടെ ആദ്യ അനുഗ്രഹ ദൗത്യം ഏതാണ്? ചാന്ദ്രയാൻ അന്യഗ്രഹ ദൗത്യമാണ് ചാന്ദ്രയാൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ. ഏറ്റവും കൂടുതൽ നിയമസഭാംഗങ്ങളുള്ളത് ഉത്തർപ്രദേശ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ KC റോസിക്കുട്ടി. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? സർ ഐസക് ന്യൂട്ടൻ. ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആരാണ്? സൾഫ്യൂരിക് ആസിഡ് തന്നെയാണ്. ആസിഡുകളുടെ രാജാവാണ് സൾഫ്യൂരിക് ആസിഡ് അല്ലേ. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ കണിക എന്താണ്? ആറ്റം. ഏറ്റവും ചെറിയ ആറ്റം. ഓക്കെ, പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ കണിക ഏതാണ്? ആറ്റമാണ്. ദോലന ചലനത്തിന് ഉദാഹരണം താഴെ പറഞ്ഞതിൽ ഏതാണ്? ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം. ദോലന ചലനം, പെൻഡുലത്തിൻ്റെ ചലനം, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ചലനം, പെൻഡുല ചലനം. ദോലനം, പെൻഡുല ചലനം. ഒരു പദാർത്ഥത്തിൻ്റെ താപനില എന്നത് അതിലെ തന്മാത്രകളുടെ ശരാശരി ഊർജ്ജത്തിൻ്റെ അളവാണെന്ന് പറഞ്ഞ് എന്താണ്? ഗതികോർജ്ജം. ഒരു പദാർത്ഥത്തിൻ്റെ താപനില എന്നത് അതിലെ തന്മാത്രകളുടെ ശരാശരി ഊർജ്ജത്തിൻ്റെ അളവാണ്, ഗതികോർജ്ജമാണത്. നെക്സ്റ്റ് വൺ. ഓക്കെ, ഗതികോർജ്ജം. പദാർത്ഥത്തിൻ്റെ താപനില എന്നതിൽ തന്മാത്രകളുടെ ശരാശരി ഏത് ഊർജ്ജത്തിൻ്റെ അളവാണ്? ഗതികോർജ്ജം. അതിൽ വസ്തുവിൽ കാണുന്ന വസ്തുക്കളുടെ ഗതികോർജ്ജം, അങ്ങോട്ടും ഇങ്ങോട്ടുകളുടെ പദാർത്ഥങ്ങളുടെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ്. ഓക്കെ, വായുവിലൂടെ പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ്? 3×10⁸ മീറ്റർ/സെക്കൻഡ്. പ്രകാശത്തിൻ്റെ വേഗത വായുവിലൂടെ 3×10⁸ മീറ്റർ/സെക്കൻഡ്. ഖരപദാർത്ഥങ്ങളുടെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ഖരപദാർത്ഥങ്ങളുടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ചാലനം. ഇതിപ്പോൾ നമ്മളുടെ ഇപ്പോൾ ചോദിച്ചിട്ടുള്ള 10th ലെവൽ എക്സാംസിനൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതും കൂടി. ഖരപദാർത്ഥങ്ങളുടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ചാലനം വഴിയാണ്. അടുത്തത്, ഇലക്ട്രോൺ എന്ന കണികയുടെ വൈദ്യുത ചാർജ് എന്താണ്? ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജ്. ഓക്കെ, സ്ഥിരവൈദ്യുതി ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഇലക്ട്രോസ്കോപ്പ്. സ്ഥിതി വൈദ്യുതി ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന എന്താണ്? ഇലക്ട്രോസ്കോപ്പാണ്. സ്ഥിതി വൈദ്യുത ചാർജിൻ്റെ വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത്? ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജ്, വൈദ്യുത ചാർജിൻ്റെ, സ്ഥിതി വൈദ്യുത ചാർജിൻ്റെ അതിൻ്റെ പ്രസൻസ് എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ് അല്ലേ. നമുക്ക് തെറ്റാം. ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത് സ്ഥിതി വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഉപ്പിൻ്റെ രാസനാമം എന്താണ്? സോഡിയം ക്ലോറൈഡ് ആണ് ഉപ്പിൻ്റെ രാസനാമം, സോഡിയം ക്ലോറൈഡ്. നെക്സ്റ്റ് വൺ, ഒരു സസ്യകലയിൽ നിന്ന് ഒരേ ഇനത്തിൽപ്പെട്ട അനേകം സസ്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന രീതി ഏതാണ്? ടിഷ്യൂ കൾച്ചർ. ഒരു ടിഷ്യൂ, അതായത് ചെറിയ പാത്രത്തിൽ ഇട്ട് മുളപ്പിച്ചെടുക്കുന്നതാണ് എന്ത്? ടിഷ്യൂ കൾച്ചർ. അതിനാണ് ഞാൻ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നത് വെറുതെ പറഞ്ഞാണ്. ആ ടിഷ്യൂ ഒരു ബൗൾ പോലൊരു സാധനം അല്ലേ, ഇതുപോലെ ബൗൾ പോലൊരു സാധനം, അതിനകത്തേക്കാണ് ഈ വിത്തിട്ടിട്ട് മുളപ്പിച്ചെടുക്കും അല്ലേ. അതാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അതിന് സസ്യകലയിൽ നിന്ന് ഒരേ ഇനത്തിൽപ്പെട്ട അനേകം സസ്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന രീതിയാണത് ടിഷ്യൂ കൾച്ചർ. സ്കർവി എന്ന രോഗം ഉണ്ടാകുന്ന ഈ ജീവകത്തിൻ്റെ കുറവ് മൂലമാണ്. സ്കർവി വൈറ്റമിൻ സി. സ്കർവി. കൊതുക് പരത്തുന്ന രോഗമാണേത്? മന്ത്. ഈ കൊടുത്തേക്കുന്നതിൽ മന്ത്, ചിക്കൻ പോക്സ്, അഞ്ചാമ്പിനി, എലിപ്പനി എന്നിവ ഉള്ളപ്പോൾ മന്താണ് കൊതുക് പരത്തുന്നത്. ഒരു കോശത്തിലെ ഊർജ്ജ നിർമ്മാണ കേന്ദ്രം ഏതാണ്? മൈറ്റോകോൺട്രിയയാണ് ഊർജ്ജ നിർമ്മാണ കേന്ദ്രം മൈറ്റോകോൺട്രിയ അല്ലേ. കോശത്തിനകത്ത് കാണുന്ന ATP ആണ് ഏത്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് ഊർജ്ജ കണിക. അതുണ്ടാക്കുന്നത് കോശത്തിനകത്ത് കാണുന്ന മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന കോശത്തിനകത്ത് കാണുന്ന കോശാംഗമാണ്. ഓക്കെ,
അപ്പോൾ കോശത്തിലെ ഊർജ്ജ നിർമ്മാണ കേന്ദ്രം മൈറ്റോകോൺട്രിയയാണ്. സൂര്യപ്രകാശം പതിക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഡി. അല്ലെ, വേരുകളുണ്ടെന്ന് പറയുന്നത് ജീവകം ഡി ഉൽപ്പാദിപ്പിക്കുക. UV റേസിൻ്റെ ഒക്കെ സാന്നിധ്യത്തിലാണ് ജീവകം ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുക. ഒരു ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി സസ്യങ്ങളാണ്. ഇപ്പോൾ ജീവകം ഡി എന്ന് പറയുമ്പോൾ ഇപ്പോഴും വളരെ പ്രാധാന്യമുള്ളൊരു സംഭവമാണ്. അതിനെക്കുറിച്ച് വളരെ സയൻറ്റിഫിക്കായിട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. സൂര്യപ്രകാശം പതിക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഡി. ഒരു ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ആരാണ്? ഇവിടെ പറയുന്നതിൽ സസ്യങ്ങളുണ്ട്, ജന്തുക്കളുണ്ട്, മാംസഭോജികൾ, സസ്യഭോജികളുണ്ട്. അവിടെ സസ്യങ്ങൾ. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് വായിച്ചിട്ട് ഇത് നോക്കേണ്ടതാണ്. സസ്യങ്ങൾ, ജന്തുക്കൾ, മാംസഭോജികൾ, സസ്യഭോജികളുണ്ട് അല്ലേ. അപ്പോൾ സസ്യങ്ങളാണ് ആദ്യത്തെ കണ്ണി. അല്ലെങ്കിൽ വേണമെങ്കിൽ എന്ത് കൊടുക്കാം, ഉൽപ്പാദകരൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ. അങ്ങനെ വരുമ്പോൾ ഉൽപ്പാദകരായിരിക്കും ആദ്യത്തെ ആൻസർ വരിക. ഇവിടെ സസ്യങ്ങളാകുമ്പോൾ സസ്യങ്ങളാണ് ഉൽപ്പാദകർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ജലദോഷത്തിന് കാരണമായ രോഗാണു ഏതാണ്? ഫംഗസ് അല്ല, വൈറസ്. ജലദോഷം എന്ന് പറയുന്ന വൈറസിൽ ഒരാൾക്ക് വന്നാൽ അടുത്തൊരാൾക്കും അതിങ്ങനെ മൂക്കും ചീറ്റുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ അതിങ്ങനെ പടർന്ന് വരുമ്പോഴത്തേക്കിന് ഒരാൾക്കുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ഹോളിരിക്കുന്ന എല്ലാവർക്കും തന്നെ എന്താവുന്നുണ്ട്? പനി പിടിക്കും. അതാണ് വൈറസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ജലദോഷത്തിന് കാരണമായ രോഗാണു ഏതാണ്? വൈറസാണ്. മലിനമായ ആഹാരം, ജലം എന്നിവയിലൂടെ പകരുന്ന രോഗം എന്താണ്? കോളറ. ജലം അല്ലേ. ആഹാരം, ജലം എന്നിവയിൽ പകരുന്ന രോഗം ഏതാണ്? കോളറയാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ. കട്ട പിടിക്കാൻ ജീവകം കെ. ഓർണിത്തോളജി ഏതിനം ശാസ്ത്രശാഖയാണ്? പക്ഷികളെക്കുറിച്ചുള്ള പഠനം. പക്ഷികളെക്കുറിച്ചുള്ള പഠനം. ഓർണിത്തോളജി അതിൻ്റെ ചുണ്ടു ഓർത്താൽ മതി, പക്ഷിയുടെ. ഓർണിത്തോളജി അതിൻ്റെ പക്ഷികളെക്കുറിച്ചുള്ള പഠനം. ഒരു ചതുരത്തിന് നീളം 40 സെൻറ്റിമീറ്റർ, വീതി 20 സെൻറ്റിമീറ്റർ ആയാൽ പരപ്പളവ് എത്രയാണ്? 800 ചതുരശ്ര സെൻറ്റിമീറ്ററാണ്. 824/68 ഏറ്റവും ചെറിയ രൂപം ഏതാണ്? 206/17. 6.02 പകുതി എത്രയാണ്? 3.01. 48/7 തുല്യമായ താഴെ കാണുന്നത് ഏതാണ്? 6 7/6. വൃത്തത്തിൻ്റെ ഡിഗ്രി അളവിൻ്റെ 1/3 ഭാഗം താഴെ കാണുന്നതിൽ ഏതാണ്? 120. വിജയൻ ഒരു ദിവസത്തെ ചിലവിന് 150 രൂപ വേണം. ഇപ്പോൾ അവൻ്റെ കയ്യിൽ 5000 രൂപയുണ്ട്. ഈ രൂപ എത്ര ദിവസത്തേക്ക് തികയും? 33. 3000ൻ്റെ 1/2 ഭാഗം സജിയും 1/4 ഭാഗം വിജയും വീതിച്ചെടുത്തു. ഇനി എത്ര രൂപ ബാക്കിയുണ്ടെന്ന് ചോദിച്ചാൽ 750. 5.29 പ്ലസ് 5.30 അധികം 3.20 പ്ലസ് 3.60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17.4. ജോണി 6000 ബാങ്കിൽ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ 6800 കിട്ടി എങ്കിൽ ബാങ്കിൽ നൽകിയ വാർഷിക സാധാരണ പലിശ നിരക്ക് എത്രയാണ്? 20/3%. 1000 രൂപ ഒരാൾ ബാങ്കിൽ നിന്ന് കടമെടുത്തു. ബാങ്ക് 8% വാർഷിക കൂട്ടുപലിശ രീതിയിലാണ് കണക്കാക്കിയത്. പലിശ കണക്കാക്കുന്നതെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ അയാൾ എത്ര രൂപ അടയ്ക്കണം? ആൻസർ 1166.4. ഓക്കെ. നെക്സ്റ്റ് ഒരു ഹോട്ടൽ പണിക്കാരൻ ദോശ ഉണ്ടാക്കാൻ 100 കിലോഗ്രാം അരിയും 50 കിലോഗ്രാം ഉഴുന്നും എടുത്തു എങ്കിൽ അരിയുടെ ഉഴുന്നിൻ്റെ അംശബന്ധം എത്രയാണ്? 2:1. രാജു രാവിലെ 6 മണിക്ക് കാറിൽ യാത്ര ചെയ്ത് 100 കിലോമീറ്റർ അകലെയുള്ള നഗരത്തിലെത്തിച്ച് 10 മണിക്ക് എത്തിച്ചേർന്നു എങ്കിൽ കാറിന് ശരാശരി വേഗം എത്രയാണ്? 25 km/മണിക്കൂർ. 5/4 × 22 പ്ലസ് 7/4 × 22 എത്രയാണ്? 66. സമചതുരക്കട്ടയുടെ ഒരു വശത്തിന് 6.5 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ വ്യാപ്തം എത്രയാണ്? 274.625 ഘന സെൻറ്റിമീറ്റർ. 81/26 × 144 × 44 അല്ലേ. ഇതിൻ്റെ ഘനരൂപം എത്രയാണ്? ലഘുരൂപം എത്രയാണ്? 81 വെട്ട അല്ലേ. 81 ഓക്കെ ക്യൂബാണത്. 96ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 97 ഓപ്ഷൻ ഡി വരുന്നു. 98 91 ആൻസർ. 99 28√2 സെൻറ്റിമീറ്റർ ആണ്. 100ൻ്റെ ആൻസർ -5 -8 -6 + 3 ലഘൂകരിച്ചൊക്കെ കിട്ടുന്നത് -5 ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് LGS ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്തത് വരുന്നുണ്ട്. ഒരെണ്ണം കൂടി ഇടുന്നുണ്ട് ഞാൻ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് മീ.